ഹലോ എവറിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പാർട്ട് 3. ഓക്കെ, ഒരു അജക്റ്റീവിനെ ബഹുവചനം അർത്ഥം വരുന്ന ഒരു നൗണായി ഉപയോഗിക്കണമെങ്കിൽ അതിനോട് കൂടി ദ ചേർക്കുക. ഒരു അജക്റ്റീവിനെ ബഹുവചന അർത്ഥം വരുന്ന ഒരു നൗണായി ഉപയോഗിക്കണമെങ്കിൽ അതിനോട് കൂടി ദ ചേർക്കുക. എക്സാമ്പിൾ: ദി റിച്ച് മസ്റ്റ് ഹെൽപ് ദി പുവർ, ന്യൂമിമ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ് എക്സെട്ര ഇവയ്ക്ക് മുമ്പിൽ ദ ഫസ്റ്റ്, ദി സെക്കൻഡ്, ദി തേർഡ് എന്ന് വരണം. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ തുടങ്ങിയ വാക്കുകൾക്ക് മുന്നിൽ ഒരു സംഗീത ഉപകരണങ്ങൾ പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവയ്ക്ക് മുന്നിൽ ഹി ഈസ് പ്ലേയിങ് ദ വയലിൻ. എന്നാൽ വയലിൻ ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. വയലിന് മുന്നിൽ ദ ആവശ്യമില്ല. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ഒരു വിഭാഗത്തെ മുഴുവൻ സൂചിപ്പിക്കുമ്പോൾ അതിനു മുമ്പിൽ ദ ലയൺ ഈസ് ദി കിങ് ഓഫ് ആനിമൽസ്, ദി ക്യാമൽ ഈസ് ദി ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. മെറ്റീരിയൽ നൗണ് പൊതുവായി സൂചിപ്പിക്കുമ്പോൾ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ പ്രത്യേകമായി പറയുമ്പോൾ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. ഗോൾഡ് ഈസ് പ്രഷ്യസ് പൊതുവായി. ഓക്കെ, ഇതിലൊക്കെ ഉപരിയായി മുമ്പ് പരാമർശിച്ച ഒരു നൗണിനെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ദ നിർബന്ധമാണ്. എക്സാമ്പിൾ: വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ കിങ്. ദ കിങ് വാസ് വെരി പവർഫുൾ. ഹി ഹാഡ് എ സൺ. ദി സൺ വാസ് വെരി വൈസ്. He is studying in a university. He is studying in the University of Kerala. ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഇതിനൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ പേരിന് മുന്നിൽ വർക്കല റെയിൽവേ സ്റ്റേഷൻ. ഒറ്റയ്ക്ക് നിൽക്കുന്ന മൗണ്ടെയിൻസ്, ഐലൻഡ്സ് ഇവയുടെ പേരിന് മുന്നിൽ എവറസ്റ്റ്, മൗണ്ടെയിൻ, മൗണ്ട് ബ്ലാങ്ക്. ഓക്കെ, എഴുത്തുകാരന്റെ പേര് പറഞ്ഞിട്ട് പുസ്തകത്തിന്റെ പേര് പറയുമ്പോൾ വാൽമീകീസ് രാമായണ. ഓക്കെ, മാൻ, വിമൻ, മാൻ, വുമൺ എന്നിവ പൊതുവായി പറയുമ്പോൾ മാൻ ഈസ് എ റേഷണൽ ബീയിങ്. എക്സാമ്പിൾ: മാൻ ഈസ് എ റേഷണൽ ബീയിങ്. ഓക്കെ, 5, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സപ്പർ ഇവയ്ക്ക് മുന്നിൽ എക്സാമ്പിൾ: ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. 6, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, സൺ എക്സെട്ര ഇവയ്ക്ക് മുന്നിൽ എക്സാമ്പിൾ: ദേ ആർ ഫാദർ ആൻഡ് സൺ. 7, രാജ്യങ്ങളുടെ പേരിന് മുന്നിൽ എക്സാമ്പിൾ: ഇന്ത്യ, റഷ്യ ഭാഷകളുടെ പേരിന് മുന്നിൽ. 9, എക്സാമ്പിൾ: ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓക്കെ, ഭാഷകളുടെ പേരിന് മുന്നിൽ എക്സാമ്പിൾ: ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഗെയിം, ഡിസീസ് ഇവയുടെ പേരിന് മുന്നിൽ എക്സാമ്പിൾ: ക്രിക്കറ്റ്, ന്യൂമോണിയ എക്സെട്ര. 10, ഫെസ്റ്റിവൽ ഡേയ്സിന് മുന്നിൽ എക്സാമ്പിൾ: ന്യൂ ഇയർ ഡേ, ബർത്ത്ഡേ എക്സെട്ര. ഓക്കെ, ശ്രദ്ധിക്കുക. ചർച്ച്, സ്കൂള്, ഹോസ്പിറ്റൽ, കോളേജ് ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ പ്രത്യേക ആവശ്യത്തിന് പോകുമ്പോൾ ദ ഉപയോഗിക്കുക. എക്സാമ്പിൾ: അറ്റ് 5 ഹി വാസ് പുട്ട് ടു സ്കൂൾ. ഐ വെന്റ് ടു ദി സ്കൂൾ ടു സബ്മിറ്റ് ദി അസൈൻമെന്റ്. ഭാഷയുടെ പേരിനൊപ്പം ലാംഗ്വേജ് എന്ന് വന്നാൽ ദ ഉപയോഗിക്കാം. രാജ്യത്തിന്റെ പേരിനൊപ്പം കിങ്ഡം, റിപ്പബ്ലിക് ഇവ വന്നാൽ ദ ഉപയോഗിക്കാം. എക്സാമ്പിൾ: ദ യുണൈറ്റഡ് കിങ്ഡം, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, thank you so much for listening me. We'll see you next video.